മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അടിപൊട്ടാൻ പോവുകയാണ്. ഇസ്രയേലും ലബനനും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ പ്രമേയം ഹെസ്ബുള്ള പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടെ മേഖലയിലെ താൽക്കാലിക ആശ്വാസം അവസാനിച്ചിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയേകി ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം വീണ്ടും രൂക്ഷമാവുകയാണ്. പുതിയ വെടിനിർത്തൽ പ്രമേയം തികച്ചും അപമാനകരമാണെന്നാണ് ഹെസ്ബുള്ള തലവൻ നയീം ഖാസിം വ്യക്തമാക്കിയത്. തെക്കൻ ലബനിൽ നിന്ന് തങ്ങളുടെ പോരാളികളെ പിൻവലിക്കണമെന്ന വ്യവസ്ഥ ശത്രുവിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും സൈന്യത്തെ പൂർണ്ണമായും ലബനനിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യാതെ വടക്കൻ ഇസ്രായേലിന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്നും ഖാസിം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ലബനനിൽ ഇസ്രായേൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ 4 സാധാരണക്കാർ കൂടി കൊല്ലപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിലെ ഒരു ജവാനും ഒരു ഇസ്രായേൽ സൈനികനും വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹെസ്ബുള്ളയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണ മുന്നറിയിപ്പുകൾ നൽകുന്ന സൈറണുകൾ മുഴങ്ങി. അതിർത്തി പ്രദേശമായിട്ടുള്ള ഷ്ലോമയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിമാരുമായി യോഗം നടത്തുന്നതിനിടയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഏകദേശം 3 മാസം മുൻപ് ആരംഭിച്ച യുദ്ധത്തിൽ ആദ്യമായി തെക്കൻ ലബനനിലെ ദിബ്ബിൻ ഗ്രാമത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതായി റിപ്പോർട്ടുകളുണ്ട്. രൂക്ഷമായിട്ടുള്ള പോരാട്ടം നടന്ന ഇവിടെ ഇപ്പോൾ UN സമാധാന സേനയ്ക്കൊപ്പം ലബനൻ സൈന്യമാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇറാനും ഹിസ്ബുള്ളയ്ക്കും കനത്ത നാശം വിതയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള യുദ്ധം വടക്കൻ ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ എയാൽ സാമിർ സമ്മതിക്കുന്നുണ്ട്. ഈ പുതിയ സംഭവ വികാസങ്ങൾ ഗൾഫ് മേഖലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. ആഗോള എണ്ണവാതക നീക്കത്തിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങളെ വെടിനിർത്തൽ പരാജയപ്പെട്ടത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ലബനനെ ഉൾപ്പെടുത്താതെയുള്ള ഒരു സ്ഥിരം വെടിനിർത്തലിനും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. എന്നാൽ ഹെസ്ബുള്ള ഉയർത്തുന്ന ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വരെ സൈനിക നടപടി തുടരുമെന്ന് തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനിടെ വെടിനിർത്തൽ എന്നാൽ വെടിവെപ്പുകൾ കുറയുക എന്നത് മാത്രമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം അമേരിക്കയുടെ നയവും വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ഇസ്രായേലിന്റെയും ഹെസ്ബുള്ളയുടെയും നിലപാടുകൾ മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുമ്പോൾ വരും ദിവസങ്ങളിലെ മാറ്റങ്ങൾ തികഞ്ഞ ജാഗ്രതയോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.